ആശാപ്രവർത്തകരെ പരാജയപ്പെടുത്താനും അവരെ പാഠം പഠിപ്പിക്കാനും അവരോട് പ്രതികാരം ചെയ്യാനും സർക്കാർ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ സ്വന്തം കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ ബാക്കിയുള്ളവരെ വിപ്ലവം പഠിപ്പിക്കുകയാണ്. മാർക്സിസം ലെനിനിസം എന്താണ്, തൊഴിലാളി വർഗ്ഗ സർവാധിപത്യം എന്നൊന്നും വീണ ജോർജിൻ്റെ ട്യൂഷനൊന്നും നമുക്ക് വേണ്ട. എന്നിട്ട് അവർ മാധ്യമപ്രവർത്തകരെ ചട്ടം പഠിപ്പിക്കുകയാണ്. ഇവർ തന്നെ മാധ്യമപ്രവർത്തകരായിരുന്ന ഒരു സ്ത്രീയല്ലേ. അവരുടെ ധാരണ എന്താണ്, അവരാരാണെന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്? CPM നേതാക്കളിൽ നിന്നും CITU നേതാക്കളിൽ നിന്നും അസഹിഷ്ണുത എടുത്തു മാറ്റിയാൽ പിന്നെ എന്തുണ്ടാവുമെന്നാണ് ലിയോയ്ക്ക് തോന്നുന്നത്. അസഹിഷ്ണുതയാണ് അവരുടെ മൂലധനം. അസഹിഷ്ണുത എടുത്താൽ ഇല്ലെങ്കിൽ പിന്നെ CITU ഇല്ല, CPM ഇല്ല, പാർട്ടി പിരിച്ചുകൊണ്ട് വരും. ഈ പറയണ ഈ ഗോപിനാഥിൻ്റെ ഭാര്യയെ പുള്ളി ആശാ വർക്കറായിട്ട് വിടാത്തെന്തുണ്ടാ? ഇളമരം കരീമിൻ്റെ ബീവി എന്താ പോകാത്തത്? പോയിക്കൂടെ അവർക്ക്? അവർ പോവില്ല. മനസ്സിലായി? ഇതൊക്കെ വെറും പാവപ്പെട്ട ആളുകളാണ്. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തവരാണ് ആശാപ്രവർത്തകരായിട്ട് പോകുന്നത്. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ആശാ വർക്കർമാരുടെ സമരം 40 ദിവസം പിന്നിടുകയാണ്. അവർ തങ്ങളുടെ ആവശ്യം അംഗീകരിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ നിരാഹാര സമരത്തിലേക്കും കടന്നിരിക്കുകയാണ്. എന്തായിരിക്കും ഈ ആശാ വർക്കർമാരുടെ സമരത്തിൻ്റെ ഗതി? ഇത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ്, അതാണ് നമ്മളിന്ന് ചർച്ചാ വിധേയമാക്കുന്നത്. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ അഡ്വക്കേറ്റ് ജയശങ്കർ. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ആശാ വർക്കർമാരുടെ സമരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 40 ദിവസം പിന്നിടുകയാണ്. തങ്ങളുടെ ആവശ്യം പൂർണ്ണമായും അംഗീകരിക്കപ്പെടാതെ സമരമുഖത്ത് നിന്ന് പിന്നോട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഈ സമരം എങ്ങോട്ടാണ് പോകുന്നത്? എന്തായിരിക്കും ഇതിൻ്റെ ഗതി എന്നാണ് അങ്ങ് കരുതുന്നത്? അല്ല, ആശാ വർക്കർമാരുടെ സമരത്തിന് ചില പ്രത്യേകതകൾ, ചില സവിശേഷതകളുണ്ട്. കേരള സംസ്ഥാനത്ത് നമുക്കറിയാം, കേരള പിറവി മുതൽക്ക് ഇങ്ങോട്ട് നിരവധി സമരങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശ സമരങ്ങൾ തന്നെ പലതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വനിതാ മതിൽ പോലെയുള്ള ചില പ്രകടന രൂപങ്ങൾ അരങ്ങേറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പൊതുവേ കേരളത്തെ പറ്റി പറയുന്നത് തന്നെ പെൺമലയാളം എന്നാണ്. സ്ത്രീകൾക്ക് പ്രാമുഖ്യമുള്ള ഒരു സംസ്ഥാനമാണ്. ഏത് രംഗത്താണെങ്കിലും സ്ത്രീകൾ പുരുഷന്മാരോളം അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ മുന്നേറിയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു വിഷയത്തിൽ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ്. മാത്രമല്ല, ഈ ആശാ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകളോട് പൊതു സമൂഹത്തിൻ്റെ ഒരു വലിയ സിമ്പതിയുണ്ട്. കാരണം ഇവർ താരതമ്യേന തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ജോലി സമയം സമീപകാലത്ത് നല്ലപോലെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് പ്രതിഫലമായി നൽകുന്ന സംഖ്യ അതിൻ്റെ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്, ബാക്കി സംസ്ഥാന സർക്കാരാണ് കണ്ടെത്തേണ്ടത്. ഇത് ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ പോലും ഇവരുടെ ഓണറേറിയം ഗണ്യമായി വർദ്ധിപ്പിക്കും എന്ന ഒരു വാഗ്ദാനമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വേറൊരു ചോദ്യമാണ്. എങ്കിൽ പോലും ഇത് വർദ്ധിപ്പിക്കേണ്ട ഒന്നാണ് എന്ന തിരിച്ചറിവ്, എന്ന ബോധ്യം പ്രകടന പത്രിക തയ്യാറാക്കുന്ന സമയത്ത് സഖാക്കൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള അങ്ങനെയല്ല. ഈ പാവങ്ങൾ ഇവരുടെ ആവശ്യങ്ങൾ വളരെ കാലമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഫലവത്താകാതെ വന്നപ്പോഴാണ് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സമരം ആരംഭിച്ചത്. ഈ സമരത്തിൻ്റെ ഒരു സവിശേഷത ഇത് തിരുവനന്തപുരത്ത് നടക്കുന്നു എന്നുള്ളതാണ്. കാരണം മിക്കവാറും എല്ലാ പത്രങ്ങൾക്കും ഓഫീസ് തിരുവനന്തപുരത്തുണ്ട്, തലസ്ഥാന നഗരിയാണ്. ടെലിവിഷൻ ചാനലുകളൊക്കെ അവിടെ നിന്നാണ് മിക്കവാറും പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചാനലുകൾക്കൊക്കെ അവിടെ ഓഫീസുണ്ട്. അതുകൊണ്ട് ഇതിന് വലിയ മീഡിയ അറ്റൻഷൻ കിട്ടി എന്നുള്ളതാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് ഈ ലോ അക്കാഡമി ലോ കോളേജിൽ നടന്ന സമരം ഓർക്കല്ലേ, എത്രയോ കോളേജുകളിൽ എന്തൊക്കെ തന്നെ സമരങ്ങൾ നടന്നില്ലേ. പക്ഷേ ലോ അക്കാഡമിയിൽ നടന്ന സമരം പോലൊരു സമരം, ഒരു വിദ്യാർത്ഥി സമരത്തിന് അങ്ങനെ ഒരു വലിയ പൊതു പ്രാധാന്യം വേറൊരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല. അവിടെയും ഇതുപോലൊരു സംഗതി ഉണ്ടായിരുന്നു. ഈ സമരം ചെയ്യുന്ന കുട്ടികൾ ന്യായമായ എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന തോന്നൽ പൊതുസമൂഹത്തിനുണ്ടായിരുന്നു. രണ്ടാമത്, എല്ലാ വിഭാഗത്തിലുംപ്പെട്ട കുട്ടികൾ സമരത്തിലുണ്ടായിരുന്നു. മൂന്നാമത്, ഇതിന് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ സമരം സർക്കാരിൻ്റെ എല്ലാവിധ കുത്തിത്തിരിപ്പുകളെയും അമ്പെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചത്. ഇവിടെ സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഇവർ വലിയ ആവശ്യത അനുഭവിക്കുന്നൊരു വിഭാഗമാണെന്നൊരു തോന്നൽ പൊതുസമൂഹത്തിലുണ്ട്. മാധ്യമങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. ഇതിന് ഒരു പരഭാഗ ശോഭ നൽകുന്ന രീതിയിൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതായത് സർക്കാർ ചില വിഭാഗങ്ങൾക്ക് വളരെയധികം വാരിക്കോരി കൊടുക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്യുന്നവരുടെ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുന്നു. മന്ത്രിമാരുടെ തന്നെ മന്ത്രിമന്ദിരങ്ങളൊക്കെ മോടി പിടിപ്പിക്കുന്നു. അവർക്ക് പുതിയ കാറുകൾ വാങ്ങുന്നു. പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം ക്രമാതീതമായി, നിയന്ത്രണാതീതമായി വർദ്ധിപ്പിക്കുന്നു. ഓരോരുത്തർക്കും കൊടുത്തത് പോരാ എന്നുള്ള കണക്കിൽ പിന്നെ കൂട്ടി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ചില വിഭാഗങ്ങൾ
വലിയ തോതിൽ ആനുകൂല്യങ്ങൾ പറ്റുന്നു, വലിയ തോതിൽ സാമ്പത്തിക സൗകര്യങ്ങൾ അനുഭവിക്കുന്നു. അതേ സമയത്ത് ഏറ്റവും താണവരായ അടിസ്ഥാന വർഗത്തെക്കാളും താഴെക്കിടയിൽ കിടക്കുന്ന ഈ പാവപ്പെട്ട ആശാപ്രവർത്തകർക്ക് നിസ്സാരമായ പൈസ കൂട്ടി ചോദിച്ച് സമരം ചെയ്തിട്ട് അത് കൊടുക്കാൻ ആ സമയത്ത് ഖജനാവിൽ കാശില്ല, സാമ്പത്തിക പ്രതിസന്ധി എന്നൊക്കെ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ പ്രതിച്ഛായ ബാധിക്കുന്നൊരു കാര്യമാണ്. ഇത് വെറും ആശാപ്രവർത്തകരുടെ വിഷയമല്ല. അതിനേക്കാൾ ഉപരി സർക്കാരിൻ്റെ പ്രതിച്ഛായ ബാധിക്കുന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മിക അടിത്തറയെ, അതിൻ്റെ രാഷ്ട്രീയ സദാചാരത്തെ തന്നെ വെല്ലുവിളിക്കുന്ന, അതിൻ്റെ മുമ്പിൽ തന്നെ ചോദ്യചിഹ്നം ഉയർത്തുന്ന ഒരു സംഭവമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇതിൻ്റെ ആ രാഷ്ട്രീയമായ പ്രത്യാഘാതം തിരിച്ചറിയാനായിട്ട് നമ്മുടെ സർക്കാരിന് സാധിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള വേറെ ചോദ്യമാണ്. പക്ഷേ ഇതാണ് ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം. ആശാ വർക്കർമാരുടെ ഓണറേറിയം അതിൽ 100 രൂപ 200 രൂപ കൂട്ടുന്നതല്ല, അല്ലെങ്കിൽ കൂട്ടാതിരിക്കുന്നതല്ല. നേരെ മറിച്ച് ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ടൊരു വിഭാഗം സ്ത്രീകൾ കോരി ചൊരിയുന്ന മഴയത്തും പൊള്ളുന്ന വെയിലത്തും സമരം ചെയ്യുന്നു. അവർ തലയ്ക്ക് മീതെ ഉയർത്തിയ ടർപ്പാളിൻ്റെ ഒരു പന്തൽ പോലീസ് ഇത് കോടതി ഉത്തരവ് മൂലം ഇത് പറ്റുകയില്ല എന്ന് പറഞ്ഞ് പൊളിച്ചു കളയുന്നു. 6 ദിവസം തന്നെ രാത്രിയിൽ മഴ പെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു ഞെട്ടൽ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ഇത് കോൺഗ്രസ്സുകാരെയോ ബി ജെ പിക്കാരെയോ അല്ല കൂടുതൽ ബാധിക്കുക. കാരണം ഇടതുപക്ഷ മനസാക്ഷിയുള്ള ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും LDFന് വോട്ട് ചെയ്യുന്ന ആളുകൾ, CPM അനുഭാവികൾ. ഞാൻ പറഞ്ഞത് ഈ ജാഥയ്ക്ക് പോകുന്ന സഖാക്കൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ട്. വീട്ടിൽ ഇരുന്ന് എല്ലാ തെരഞ്ഞെടുപ്പിലും അരിവാൾ ചുറ്റിയ നക്ഷത്രം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ അന്തം കമ്മികൾ നമ്മൾ വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട CPMകാരല്ല. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അനുഭവമുള്ളവരാണ്, അതിനോട് പ്രതിപത്തിയുള്ളവരാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അഴിമതി കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നവരാണ്. അല്ലെങ്കിൽ നാടിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ എന്ന് ശരിയായിട്ടോ തെറ്റായിട്ടോ ധരിച്ചിട്ടുള്ളവരാണ്. ആ വിഭാഗക്കാരെ വെറുപ്പിക്കാനാണ് ഈ നടപടി കൊണ്ട് സാധിച്ചത്. അതാണ് ഇതിൽ അതിൻ്റെ രാഷ്ട്രീയമായ ഉള്ളടക്കം എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഈ കേവലം ആശാപ്രവർത്തകരെ പരാജയപ്പെടുത്താനും അവരെ പാഠം പഠിപ്പിക്കാനും അവരോട് പ്രതികാരം ചെയ്യാനും സർക്കാർ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ സ്വന്തം കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഴിയുടെ ആഴം ദിവസം ജലതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ തന്നെ സർക്കാരിനോട് വലിയൊരു വിപ്രതിപത്തി ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ജനങ്ങളുടെ ഇടയിൽ വലിയ വിപ്രതിപത്തിയുണ്ട്. മന്ത്രിമാരൊക്കെ കഴിവില്ലാത്തവരാണ്, കിഴങ്ങന്മാരാണ്, അപ്രാപ്തരാണ് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്. കഴിവും പ്രാപ്തിയുള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ട് കഴിവും പ്രാപ്തി ഇല്ലാത്ത ആളുകളെ, നിർഗുണന്മാരായ ആളുകളെ, ഭരണശേഷി ഇല്ലാത്തവരെ, ഉദ്യോഗസ്ഥന്മാരുടെ താളത്തിന് ചാടിക്കളിക്കുന്ന കുഞ്ഞിരാമന്മാരെ മാത്രമാണ് മന്ത്രിമാരാക്കിയിട്ടുള്ളത് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ട്, ഇടതുപക്ഷക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതിന് ആക്കം കൂട്ടുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കെടുകാര്യസ്ഥത മൂലം ആകെ വലയുന്ന സർക്കാർ ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നു. അല്ലെങ്കിൽ ഇവർക്ക് ന്യായമായ കൂലി കൊടുക്കുന്നില്ല. ന്യായമായൊരു ആവശ്യത്തിന് അവർ സമരം ചെയ്യുമ്പോൾ അതിനോട് അങ്ങേയറ്റം നിഷേധാത്മകമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നു എന്ന തോന്നൽ അത് തിരുവനന്തപുരത്ത് മാത്രമല്ല കാസർഗോഡ് വരെയുണ്ട്. അത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ മാത്രമല്ല, BJPക്കാരുടെയും ലീഗുകാരുടെയും മാത്രം ഇടയിലല്ല, അത് ഇടതുപക്ഷക്കാരുടെ ഇടയിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികളുടെ ഇടയിലുണ്ട്, പാർട്ടി പ്രവർത്തകരുടെ ഇടയിലുണ്ട്, പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരുടെ ഇടയിലുണ്ട്. അവർ പറയുന്നില്ല എന്ന് മാത്രമുള്ളൂ. എന്തുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കിക്കൂടാ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇത് ഉന്നയിച്ചു, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് C. ദിവാകരൻ ഉന്നയിച്ചു, മറ്റ് പലരും ഉന്നയിച്ചു. ഇടതുപക്ഷക്കാരായ നിരവധി ആളുകൾ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും, അതിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടും സർക്കാർ ഇങ്ങനെ ബധിരകർണങ്ങളിലാണ് ഇങ്ങനെയുള്ള വിലാപങ്ങൾ ചെന്ന് വീഴുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ നിർഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കും. അതുമാത്രമല്ല, ഈ സർക്കാരിൻ്റെ നിഷേധാത്മക സമീപനത്തിനൊപ്പം തന്നെ മുതിർന്ന ചില നേതാക്കളുടെ ധാർഷ്ട്യം നിറഞ്ഞ പ്രതികരണങ്ങളും അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മുടെ ഇളമരം കരീം പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇന്ന് മന്ത്രി MP രാജേഷ് തന്നെ പറഞ്ഞിരിക്കുന്നു, ആശമാരുടെ ശാഠ്യം, അവരുടെ കടുംപിടുത്തം, ഇതൊക്കെയാണ് ഈ സമരം നീട്ടിക്കൊണ്ടു പോകുന്നത്, ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്, ഇതൊക്കെയാണ് അവർ പറയുന്നത്. മന്ത്രി വീണ ജോർജും അത്തരത്തിൽ ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നും പറഞ്ഞിരുന്നു. ഇവർ പറയുന്ന വേറൊരു കാര്യം, ഈ 26,000 പേരുള്ളതിൽ 500 പേര് പോലും സമരത്തിലില്ല എന്നുമൊക്കെ പറയുന്നുണ്ട്. അല്ല, 26,000 പേരുള്ളതിൽ 500 പേർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരത്തിനുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റുകയില്ല. കാസർഗോട്ടും കണ്ണൂരും മലപ്പുറത്തും പാലക്കാട്ടുമുള്ള ആളുകൾ അവർ തിരുവനന്തപുരത്ത് സമരത്തിന് വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്.
അതിൻ്റെ അർത്ഥം അവർക്ക് കാശിന് ആവശ്യമില്ല എന്നുള്ളതാണോ? മന്ത്രി രാജേഷ് അങ്ങനെ പറയുമോ? വീണ ജോർജ് അങ്ങനെ പറയുമോ? അങ്ങനെ ഒരാളും പറയില്ല, ഒരാൾക്കും പറയാൻ പറ്റുകയില്ല. കാസർഗോട്ടുള്ളവർക്കും ഹൊസങ്കടിയിലുള്ള ആശാപ്രവർത്തകർക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട്. അവരും കാശിന് വേണ്ടിയിട്ടാണ് ആശാപ്രവർത്തകരായിട്ട് ജോലി ചെയ്യുന്നത്, അല്ലാതെ കണ്ട് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല, കമ്മ്യൂണിസം വിജയിക്കാൻ വേണ്ടിയിട്ടല്ല, മാർക്സിസം ലെനിനിസത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, അവരുടെ കുടുംബം പുലരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അവർക്ക് ശാരീരികമായിട്ട് തിരുവനന്തപുരത്ത് വന്ന് സമരത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ശരിയാണ്. അത് ഇവരുടെ ഭരണത്തിൻ്റെ മേന്മ കൊണ്ടാണെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന ശമ്പളം കൂടുതലായതുകൊണ്ടാണ് എന്ന് വിചാരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ വിചാരിക്കണമെങ്കിൽ ഇവരെ പോലെ, ഈ മന്ത്രിമാരെ പോലെ മന്ദന്മാരായിരിക്കണം മറ്റുള്ളവരും. അങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് സമരത്തിന് വന്നവർ 500 പേരെ ഉള്ളുവെങ്കിലും ആശമാർ മാത്രമല്ലല്ലോ, അവരെ പിന്തുണയ്ക്കുന്ന വലിയൊരു ജനസമൂഹം ഈ നാട്ടിലുണ്ട്. ഈ സ്റ്റേറ്റ് കാറിൽ കയറി ചീറിപ്പാഞ്ഞ് പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ സർവകലാശാലയുടെ പിൻവാതിൽ വഴിക്ക് ഭാര്യമാർക്ക് നിയമനം നേടിക്കൊടുത്ത ആളുകൾ ഒഴിച്ച് മറ്റൊരുപാട് ആളുകൾ ഈ നാട്ടിലുണ്ട്. അവർക്കൊക്കെ അഭിപ്രായമുണ്ട്, അവർക്കൊക്കെ വോട്ടുണ്ട്. അല്ല ചൈനയിലെ പോലെ തെരഞ്ഞെടുപ്പില്ലാതെ നമ്മൾ നിരന്തരമായി ജയിക്കുന്ന സ്ഥലമാണെങ്കിൽ, കാൽപ്പാന്തകാലം വരെ ഭരിക്കുന്ന സംവിധാനമാണ് ഭരണഘടനയായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയല്ലല്ലോ. 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പുണ്ട്. അത് 3 തെരഞ്ഞെടുപ്പുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷൻ ഉണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ട്. ഇതിൽ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു, നമ്മൾ ചരിത്ര പരാജയം നേടി. ഇനി ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകണം. ഈ തിരുവനന്തപുരത്ത് തന്നെയും ഉണ്ടല്ലോ, കോർപ്പറേഷനിലേക്ക് തെരഞ്ഞെടുപ്പ് എടുക്കും, ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പ് എടുക്കും, എല്ലായിടത്തേക്കും തെരഞ്ഞെടുപ്പുണ്ട്. ഈ സ്ത്രീകൾക്ക് വോട്ടുണ്ട്. ഇവർ വോട്ടില്ലാത്ത വിഭാഗമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇവർക്കെല്ലാം വോട്ടുണ്ട്. ഒരാൾക്ക് ഒരു വോട്ട് വീതമുണ്ട്, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വോട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം മറന്നുകൊണ്ട് ആനപ്പുറത്ത് കയറിയവന് നായെ പേടിക്കേണ്ടെന്ന് പറയും. ഏത് കാലത്തും ആനപ്പുറത്തിരിക്കുമെന്നാണ് വീണ ജോർജ് വിചാരിച്ചിട്ടില്ലെങ്കിൽ ശരിയാണ്, കുഴപ്പമില്ല. MP രാജേഷ് അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ അങ്ങനെയല്ല. ആനപ്പുറത്ത് കയറുന്നവരെ താഴെ ഇറക്കാനും ജനങ്ങൾക്കറിയാം, ആനപ്പുറത്ത് കയറ്റിയവർക്ക് ആനപ്പുറത്ത് നിന്ന് ഇറക്കാനും അറിയാം. അത് നമ്മൾ കണ്ടല്ലേ. ഇന്ദിരാഗാന്ധി തോറ്റതാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ, കുഞ്ഞാലിക്കുട്ടി തോറ്റതാണ്, അച്യുതാനന്ദൻ തോറ്റതാണ്. അങ്ങനെ ആർക്കും തോൽക്കാം. MP രാജേഷ് തന്നെ പാലക്കാട്ട് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് തോറ്റതാണ്. വീണ ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് തോറ്റതാണ്. ബാലഗോപാൽ കൊല്ലത്ത് നിന്നിട്ട് ദയനീയമായി തോറ്റ ആളാണ്, ഇല്ലേ? ഇവർക്കൊക്കെ ഓർമ്മയുണ്ടാവും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ജനങ്ങൾ ഇവരെ കാണുമ്പോൾ കാർക്കിച്ചു തുപ്പുന്ന അനുഭവം ഉണ്ടാവും. ഏത് കാലത്തും ആനപ്പുറത്ത് കയറാമെന്നുള്ള തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മിഥ്യാധാരണയാണ്. ആനപ്പുറത്ത് കയറ്റുന്നവർക്ക് ആനപ്പുറത്ത് നിന്ന് ഇറക്കാനും അറിയാം. ഈ വോട്ടർമാരുടെ ചൂണ്ടുവിരലിലാണ് ഇവരുടെ അധികാരം ഇരിക്കുന്ന. ആ ചൂണ്ടുവിരൽ അതിൻ്റെ താഴത്തെ ചിഹ്നത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, അരിവാളിൽ കുത്തിയ വിരൽ കൈപ്പത്തിയിലാണ് കുത്തുന്നതെങ്കിൽ ആനപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങേണ്ടി വരും, MLA പെൻഷൻ മേടിച്ച് വീട്ടിലേക്കുണ്ടായിട്ട് വരും. ആ കാര്യം അവർ ഓർക്കണം. അപ്പോൾ ഇത്രയും ധാർഷ്ട്യം ആർക്കും പാടില്ല. അത് രാജേഷും പാടില്ല, വീണ ജോർജിനും പാടില്ല. ഞാൻ ആ ശ്രീമതി പത്രക്കാരോട് കയർക്കുന്നത് കണ്ടു. ഇവർ തന്നെ ഒരു മാധ്യമ പ്രവർത്തകരായിരുന്നില്ലേ? അവർ MLA ആയത് എന്താണ്? അവർ പാർട്ടി ചേർന്നത് എന്നാണ്. അവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് കിട്ടിയത് കൊടുത്തില്ല. ഇവർ കേരള കോൺഗ്രസ്സുകാരിയായിരുന്നല്ലേ? കേരള കോൺഗ്രസ്സുകാരിയായിരുന്നു വീണ ജോർജ്. നേരം വെളുത്ത് നേരം ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും സഖാവായി, പാർട്ടി മെമ്പറായി, MLA ആയി, അത് കഴിഞ്ഞ് മന്ത്രിയായി. അവർ വലിയ സഖാവായി, അവർ ധീര വിപ്ലവകാരിയായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവർ ബാക്കിയുള്ളവരെ വിപ്ലവം പഠിപ്പിക്കുകയാണ്. മാർക്സിസം ലെനിനിസം എന്താണ്, തൊഴിലാളി വർഗ്ഗ സർവാധിപത്യം എന്നൊന്നും വീണ ജോർജിൻ്റെ ട്യൂഷനൊന്നും നമുക്ക് വേണ്ട. എന്നിട്ട് അവർ മാധ്യമപ്രവർത്തകരെ ചട്ടം പഠിപ്പിക്കുകയാണ്. ഇവർ തന്നെ മാധ്യമപ്രവർത്തകരായിരുന്ന ഒരു സ്ത്രീയല്ലേ? അവരുടെ ധാരണ എന്താണ്? അവരാരാണെന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്? അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഒരു പൊതുപ്രവർത്തക പെരുമാറേണ്ട രീതി ഇതാണോ? ഇവർക്ക് മുമ്പ് ഇതുപോലുള്ള സാധനങ്ങളിലൊക്കെ ആൾക്കാരിരുന്നില്ലേ? ശ്രീമതി ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്നില്ലേ? ശൈലജ ടീച്ചർ മന്ത്രിയായിരുന്നില്ലേ? അവരൊക്കെ എത്ര മാന്യമായിട്ടാണ് മാധ്യമപ്രവർത്തകരോട് ഇടപെട്ടിരുന്നത്. ഇവരൊരു മാധ്യമപ്രവർത്തകയായിരുന്ന സ്ത്രീ പെട്ടെന്ന് ഒരു ദിവസം കാതോലിക്ക ബാബയുടെയും മറ്റ് തിരുമേനിമാരുടെയൊക്കെ ആശീർവാദത്തോടുകൂടി മന്ത്രിയായെന്ന് വിചാരിച്ച് മാധ്യമപ്രവർത്തകരുടെ നെഞ്ചത്ത് കയറുന്നതിന് എന്ത് ന്യായമുള്ളത്? ഇങ്ങനെയാണ് ഒരു പൊതുപ്രവർത്തക പെരുമാറേണ്ടത്? ഇങ്ങനെയാണ് ഒരു മന്ത്രി മാധ്യമപ്രവർത്തകരോട് പെരുമാറേണ്ടത്? ഇവർ മാധ്യമപ്രവർത്തകരായിരിക്കുമ്പോഴാണ് ഒരു മന്ത്രി ഇതുപോലെ പെരുമാറുന്നെങ്കിൽ അവർ ഏത് രീതിയിൽ പ്രതികരിക്കുമായിരുന്നു? അപ്പോൾ ഇതൊക്കെ ആലോചിക്കട്ടെ. പിന്നെ CITU നേതാക്കന്മാരുടെ കാര്യം, ഇളമരം കരിയും മൂത്ത് നരച്ച് എന്താണ് വാർദ്ധക്യകാല പെൻഷൻ മേടിക്കേണ്ട പ്രായത്തിലെത്തി കരിയും. അയാളുടെ വായിന്ന് പറഞ്ഞ വർത്തമാനം കേട്ടില്ലേ? ബാക്കി CITUകാർ പറഞ്ഞു കേട്ടില്ലേ? ഇവിടെ ഗോപിനാഥ് എന്ന് പറഞ്ഞ ഒരു 7ാം കൂലിയുണ്ട് ഈ എറണാകുളത്ത്, അയാൾ പറഞ്ഞ വർത്തമാനം കേട്ടില്ലേ? അയാളൊക്കെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സഭ്യമായ ഒരു വാക്കുകൊണ്ട് ഇതൊന്നും വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ എല്ലാ CITUകാരും ഇത് ഉത്തരോത്തരം മെച്ചപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവരെ ഈ പാവങ്ങളെ ആക്ഷേപിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവരുടെയൊക്കെ ഒരു മേന്മ വർദ്ധിക്കുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്.
ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ തൊഴിലാളി വർഗ പ്രവർത്തനം നടത്തി എത്ര ആൾക്കാർ ഇപ്പോൾ വലിയ സന്തോഷത്തിൽ ജീവിക്കുന്നതെന്നറിയാമോ? അവരെങ്ങനത്തെ വീട്ടിലാണ് താമസിക്കുന്നതെന്നറിയാമോ? ഏത് തരം കാറിലാണ് യാത്ര ചെയ്യുന്നതെന്നറിയാമോ? ഇതൊക്കെ എവിടെ നിന്നുണ്ടായെന്നറിയാമോ? ഈ എറണാകുളത്ത് ഒരു CITUവിൻ്റെ നേതാവ് അയാൾ ആദ്യം BMW മേടിച്ചു, പിന്നെ മിനി കൂപ്പർ വാങ്ങിച്ചു, പിന്നെ മറ്റ് ആഡംബര കാറുകൾ വാങ്ങിച്ചു. ഇതൊക്കെ എവിടെ നിന്നുണ്ടായി? അദ്ദേഹം നിസ്വാർത്ഥ തൊഴിലാളി സേവനം എടുത്തിട്ട് മേടിച്ചാണ്. അത് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അദ്ദേഹത്തെ ആ വഹിക്കുന്ന പദവിയിൽ നിന്ന് പാർട്ടി തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി. ഇത്ര ഉണ്ടായിട്ടുള്ളൂ. ഇവരൊക്കെയാണ് ഈ പാവപ്പെട്ട സ്ത്രീകളെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്തത്. ഇതൊക്കെ നാട്ടുകാർ കാണുന്നുണ്ട്. മലയാളികൾ വെറും പൊട്ടന്മാരാണെന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഇവരുടെ പൊളിറ്റിക്കൽ ഈഗോ ആയിരിക്കുമോ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് പോകാൻ തടസ്സം നിൽക്കുന്നത്? കാരണം ഇപ്പോൾ ചിലരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് SUCI ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്, അതൊരു തീവ്ര ഇടത് സംഘടനയാണ്. അങ്ങനെ ഒരു സംഘടന ഇടത് സർക്കാരിനോട് തന്നെ സമരം ചെയ്യുന്നു. അവരോട് സന്ധി ചെയ്യുമ്പോൾ അത് പൊളിറ്റിക്കലി ഒരു സെറ്റ് ബാക്ക് ആ ഒരു സംഘടനയ്ക്കുണ്ടാക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ കടുംപിടുത്തവുമായി മുന്നോട്ട് പോകുന്നത്. പിന്നെ മറ്റൊന്ന് പറയുന്നു, ഈ ഇത്രയും സ്ത്രീകൾ, അതും അബലമാരായിട്ടുള്ള സ്ത്രീകൾ വരുമ്പോൾ അവരുടെ സമരം ഏതാനും ദിവസങ്ങൾ കൊണ്ട് അവർ സ്വയം അങ്ങ് ഒഴിഞ്ഞു പോകും എന്ന് കരുതിയിട്ടുണ്ടാകണം. ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർ കരുതിയിട്ടുണ്ടാവുക. അങ്ങനെ ആയിരിക്കുമോ? അല്ല, ഇതിൽ സത്യത്തിൽ ഈ പറഞ്ഞതിൽ രണ്ട് വശമുണ്ട്. ഈ പറഞ്ഞത് കൃത്യമാണ്. ഇതിൽ ഒരു വശം ഈ പറഞ്ഞത് ശരിയാണ്. SUCI എന്ന് പറയുന്നത് ഒരു തീവ്ര ഇടതുപക്ഷ ആശയത്തെ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ശിവദാസ് ഘോഷ് എന്ന് പറഞ്ഞ ഒരാളാണ് പണ്ട് പശ്ചിമ ബംഗാളിൽ ഈ പാർട്ടി രൂപീകരിച്ചതെന്ന് പറയപ്പെടുന്നു. ഇതിന് വളരെ കുറച്ച് പ്രവർത്തകരെ കേരളത്തിലുള്ളൂ. പക്ഷേ ഉള്ള ആളുകൾ വലിയ ആവേശമുള്ളവരാണ്. അവർ ഏത് പ്രതികൂല സാഹചര്യത്തിലും പതറാതെ സമരം ചെയ്യാൻ പഠിക്കാത്തവരാണ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർക്കുള്ള പോലെ വലിയ സംഘബോധവും രാഷ്ട്രീയ വിശ്വാസ ദൃഢതയും ഉള്ളവരാണ്. ഇപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊന്നും നമ്മുടെ വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലില്ല. അവരുടെ ആശയത്തോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഇവരിപ്പോഴും സ്റ്റാലിനെ ആരാധിക്കുന്ന ആളുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ 21ാം നൂറ്റാണ്ടിൽ 2025 ആണ്ടിൽ സ്റ്റാലിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. CPMകാർ ഭാഗികമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ വലിയ സമ്മേളനങ്ങൾ കിടക്കുമ്പോൾ സഖാബ് സ്റ്റാലിൻ്റെ പടം വരച്ചു വെച്ചങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റാലിൻ ആരാണെന്നോ, അദ്ദേഹത്തിൻ്റെ ഏത് കൊല്ലത്തിൽ ജനിച്ചു, ഏത് കൊല്ലത്തിൽ മരിച്ചു എന്നൊക്കെ ചോദിച്ചാൽ സഖാക്കൾ കറങ്ങിപ്പോവും. അല്ലെങ്കിൽ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു ചോദിച്ചാൽ കറങ്ങിപ്പോവും. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർ സ്റ്റാലിനെ വിശ്വസിക്കുകയും സ്റ്റാലിനെ പിന്തുടരുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിയോജിപ്പ് ആദ്യമേ തുറന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി വിഷയത്തിലേക്ക് കിടക്കാം. SUCI നടത്തുന്ന ഒരു സമരം എന്ന് പറഞ്ഞാൽ അതിന് അത്രേ വിലയുള്ളൂ എന്ന് വിചാരിക്കേണ്ടതില്ല. ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാവരും SUCIക്കാരല്ല. അതാണ് എൻ്റെ കുഴപ്പം. ഇതിൽ ഈ സമരത്തിൽ തിരുവനന്തപുരത്ത് പങ്കെടുക്കുന്നതിൽ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകളുണ്ട്. എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അതെ. കാരണം ഞാൻ പറഞ്ഞത് ഇതിൽ പങ്കെടുക്കുന്നവരുടെ മാത്രം സമരമുള്ളൂ, പങ്കെടുക്കാത്തവരുടെയും കൂടി സമരമാണ്. ആശമാരുടെ മാത്രം സമരമല്ല, അശരണരായ എല്ലാ ആളുകളുടെയും സമരമാണ്. അതിന് പ്രതീകാത്മകമായിട്ട് വലിയ പ്രാധാന്യമുണ്ട്. ഈ പാർട്ടിക്കാർക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളൂ, ഒന്നാമത്. രണ്ടാമത് CITU നേതൃത്വം വിശ്വസിക്കുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി മാത്രമേ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുള്ളൂ. ചില ഉപദേശിമാർ പ്രസംഗം കേട്ടില്ലേ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. ഇത് ഇവരുടെ ഒരു സുവിശേഷമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, അതുകൊണ്ട് എന്നിൽ കൂടി മാത്രമേ ആർക്കെങ്കിലും ശമ്പള വർധനവ് ഉണ്ടാകുകയുള്ളൂ എന്നാണ് CITUകാർ വിചാരിച്ചു. അതുകൊണ്ട് വേറൊരു സംഘടനക്കാർ സമരം ചെയ്യുന്നു, അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്നു, ഇവർ സമ്മതിക്കില്ല. ഇതാണ് രണ്ടാമത്തെ വിഷയം. സത്യത്തിൽ ഇത് രണ്ടുമല്ല, ഇതിനേക്കാൾ വലിയൊരു വിഷയമുണ്ട്. അതെന്നറിയാമോ? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ പാർട്ടിയുടെ ഈ സംഘടനയുടെ ചില നേതാക്കളോട് വലിയ വിപ്രതിപത്തി ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഷാജർ ഖാൻ എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ് ഈ മിനി എന്ന് പറഞ്ഞ ഇവരുടെ നമ്മുടെ കാണപ്പെട്ട സമരനായിക. അവരെ മാറ്റി നിർത്തിയാൽ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറും. മുഖ്യമന്ത്രി ഇവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാനും തയ്യാറും. കാരണം ഈ മിനി എന്ന് പറഞ്ഞ സ്ത്രീയെ ഇവർക്ക് ഇഷ്ടമല്ല. കാരണം അവർ വളരെ ഈ ഒരു തീപ്പൊരി നേതാവാണ്. ഈ സർക്കാർ, പിണറായി സർക്കാർ വന്നതിന് ശേഷമുള്ള പല സമര പരിപാടികൾക്ക് ഇവരാണ് മുന്നിട്ട് നിർത്തുന്നത്. SUCIയുടെ പേരിലല്ല, ജനകീയ പ്രതിരോധ സമിതി എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ഈ സമാന മനസ്കരായ ആളുകളെയൊക്കെ സംഘടിപ്പിച്ച് സമരരംഗത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിനെതിരെ നടന്ന സമരമില്ലേ, UDFും BJPയും ഒക്കെ സമരരംഗത്ത് ഇങ്ങനെ അമ്മായിയും കുടിച്ചു പാൽക്കഞ്ഞി എന്ന് പറഞ്ഞ പോലെ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ സമരത്തെ മുന്നോട്ട് നയിച്ചത് ഈ SUCIയും അവരുടെ ജനകീയ പ്രതിരോധ സമിതിയുമാണ്. അപ്പോൾ SUCIയുമായിട്ട് പരസ്യമായിട്ട് സഹകരിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ പോലും ജനകീയ പ്രതിരോധ സമിതിയുമായിട്ട് സഹകരിക്കും.
അങ്ങനെ സമാന ചിന്താഗതിക്കാരായ ആളുകളെ പലരെയും കണ്ടെത്തി ഈ സമരരംഗത്ത് കൊണ്ടുവരാനും ഇവർ ഉത്സാഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കെ റെയിലിനെതിരായിട്ടുള്ള സമരത്തിൽ വളരെ ശക്തമായിട്ട് നിന്ന ഒരാളുണ്ട്. അതിൻ്റെ പല പരിപാടികളിലും പങ്കെടുത്താണ്. എനിക്കതിൽ യാതൊരു പശ്ചാത്താപവുമില്ല. കാരണം ഈ കെ റെയിൽ എന്ന് പറഞ്ഞൊരു വലിയ സാമ്പത്തിക ദുരന്തവും ഒരു സാമൂഹ്യ ദുരന്തവും പാരിസ്ഥിതിക ദുരന്തവും ആകുമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ പ്രശ്നാധിഷ്ഠിതമായിട്ട് വിഷയങ്ങളെ സമീപിക്കുകയും രാഷ്ട്രീയ മുതലെടുപ്പിനുപരി ജനകീയ വിഷയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സംഘടനയാണ് SUCI. നമുക്കൊക്കെ അറിയാം ജനകീയ പ്രതിരോധ സമിതിയുടെ പുറകിൽ SUCI ആണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സംഘടനകളാണ് എന്നുള്ള അറിയാം. പക്ഷേ എന്നാലും പങ്കെടുക്കണമല്ലോ. ഈ വിഷയം വേറെ ആരും ഉയർത്തുന്നില്ല. അതാണ് പ്രശ്നം. കേരളത്തിനെതിരായിട്ട് വേറെ ഒരു സംഘടനയെ സമരം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സമരത്തിന് ഒരു ദിശാബോധം നൽകുന്നില്ല. അപ്പം ഇങ്ങനെ ഈ കേരളയിലടക്കം പിന്നെ ഞാൻ വേറൊരു സംഭവം പറയാം. ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞൊരു പയ്യൻ പണ്ട് ഒറ്റപ്പാലത്ത് ഈ ഇടിമുറിയിൽ വെച്ച് മർദ്ദനമേറ്റെടുത്ത് തുടർന്ന് ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളൊരു കേസുണ്ടായില്ലേ. ആ യുവാവിൻ്റെ അമ്മ മഹിജ എന്നിട്ടായിരുന്നു അവരുടെ പേര്. അവർ മുഖ്യമന്ത്രിയെ കാണാൻ അല്ലെങ്കിൽ പോലീസ് മേധാവിയെ കാണാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പോലീസുകാർ ഇവരെ കയ്യേറ്റം ചെയ്യുകയും തടയുകയൊക്കെ ചെയ്തപ്പോൾ ആ സംരംഭത്തിൻ്റെ മുമ്പിലും ഈ ഷാജർ ഖാനും അതുപോലെ മിനിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇവരോട് വലിയ വിപ്രതിപത്തിയാണ്. ഇതാണ് ഇതിനകത്തുള്ള. പിന്നെ ഈ സേവ് എഡ്യൂക്കേഷൻ ഫോറം, മറ്റേ സേവ് യൂണിവേഴ്സിറ്റി ഫോറം, ഇതിൻ്റെ ഒക്കെ പുറകിൽ SUCIക്കാരുണ്ട് എന്ന് പുള്ളിക്കാരെ. അപ്പോൾ SUCIക്കാരെ പ്രത്യേകിച്ച് ഷാജർ ഖാൻ, മിനി മുതലായ ആളുകളോട് പുള്ളി വ്യക്തിപരമായിട്ട് തന്നെ വലിയ വിരോധവും വൈരാഗ്യവും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സർക്കാർ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും സന്നദ്ധമല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിർമ്മല സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ഇപ്പോൾ മുഖ്യമന്ത്രി ഈ വിഷയം സ്പർശിക്കാതിരുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു, ആശമാരുടെ കാര്യം മാത്രം അദ്ദേഹം മിണ്ടിയില്ല. അതാണ് KV തോമസ് ചർച്ചയ്ക്ക് പോയപ്പോൾ വിഷയങ്ങൾ സംസാരിച്ചപ്പോഴും ഈ വിഷയം പറഞ്ഞില്ല. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ തോമസ് മാഷോട് ചോദിച്ചു. മാഷ് പറഞ്ഞു അത് എനിക്കതിൻ്റെ ഡാറ്റ കിട്ടിയിട്ടില്ല. ഡാറ്റ സർക്കാർ കൊടുത്താലേ പുള്ളി കിട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഡാറ്റ കുഴിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട്. മുഖ്യമന്ത്രിക്ക് യാതൊരു താല്പര്യവുമില്ല SUCIക്കാരുടെ മുമ്പിൽ മുട്ടുമടക്കി എന്നത് വരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഫോൾസ് ഈഗോയാണ് ഇതിൻ്റെ മുഴുവൻ പ്രശ്നം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹിതം ഇതാണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഈ വീണ ജോർജിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ രാജേഷിനെ പോലെ, അല്ലെങ്കിൽ CITUവിൻ്റെ മഹാന്മാരായ നേതാക്കന്മാരെ പോലുള്ള ആളുകളൊക്കെ ഇതുപോലെ അപക്വമായ പ്രസ്താവനകൾ നടത്തുന്നത്. ടെലിവിഷൻ ചർച്ചയ്ക്ക് പോകുന്ന അനിൽകുമാർ എന്ന് പറഞ്ഞൊരു ധീര നേതാവിനെ കണ്ടിട്ടില്ലേ? കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറോ സംസ്ഥാന കമ്മിറ്റി മെമ്പറോ ഒക്കെയാണ്. അയാളൊക്കെ TV വന്നിരുന്ന് പറഞ്ഞ വർത്തമാനം കേട്ടിട്ടുണ്ടോ? എന്തൊക്കെ തോന്നിവാസമാണ് ഇവർ ഓരോ ദിവസവും പറയുന്നത്. ഇവർ സത്യത്തിൽ അവരുടെ വിചാരം ഇതൊക്കെ വലിയ കേമത്തമാണ്. ഇതൊക്കെ കേട്ട ആളുകൾ കൈയടിക്കും, എഴുന്നേറ്റ് കൈയടിക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല. ഇവൻ്റെ പേര് കേൾക്കുമ്പോൾ ആൾക്കാർ കാർക്കിച്ച് ഒപ്പുന്നൊരവസ്ഥ വരും. അതാണ് ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം ഈ ഇടതുപക്ഷത്തിൽ നിന്നുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സമരത്തിന് കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ പിന്തുണ കാണുമ്പോൾ അവർ പറയുന്നത് അതിന് പിന്നിലും രാഷ്ട്രീയ മുതലെടുപ്പാണ്, അല്ലാതെ ഇവരോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നില്ലേ, അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത്. അല്ലാതെ എങ്ങനെ അവർ അതിനെ പിന്തുണയ്ക്കും? കാരണം ഈ SUCI എന്ന് പറയുന്ന സംഘടന കോൺഗ്രസിനെയും BJPയും ഒക്കെ വിമർശിക്കുന്നവരാണല്ലോ. അപ്പോൾ ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു ഗൂഢ ലക്ഷ്യം ഇല്ലാതെ ഈ കോൺഗ്രസും BJPയും സമരത്തിനൊപ്പം ചേരില്ലെന്നാണ് പറയുന്നത്. അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഈ സുരേഷ് ഗോപി സമരപ്പന്തലിൽ വന്നതും ആശാമാരോട് സംസാരിച്ചതും അവർക്ക് ആശ്വാസം പകർന്നതും ഒക്കെ വളരെ വളരെ ഒരു അസഹിഷ്ണുതയോടുകൂടിയാണ് CPMൻ്റെ നേതാക്കളും CITUവിൻ്റെ നേതാക്കളും ഒക്കെ കണ്ടത്. അല്ല, ഈ CPM നേതാക്കളിൽ നിന്നും CITU നേതാക്കളിൽ നിന്നും അസഹിഷ്ണുത എടുത്തു മാറ്റിയാൽ പിന്നെ എന്തുണ്ടാവും എന്നാണ് ലിയോയ്ക്ക് തോന്നുന്നത്. അസഹിഷ്ണുതയാണ് അവരുടെ മൂലധനം. അസഹിഷ്ണുത ഇല്ലെങ്കിൽ പിന്നെ CITU ഇല്ല, CPM ഇല്ല, പാർട്ടി പിരിച്ചുകൊണ്ട് വരും. മനസ്സിലായില്ലേ? അപ്പോൾ അസഹിഷ്ണുതയാണ് അവരുടെ മൂലധനം, അവരുടെ മുടക്കുമുതൽ അസഹിഷ്ണുതയാണ്. രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും മുതലെടുപ്പ് നടത്തുമല്ലോ. SUCIക്ക് ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാനൊന്നും പറ്റില്ല. അവർ മത്സരിക്കുമെന്ന് തന്നെ എനിക്കറിയില്ല. അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പറ്റിയില്ല. മത്സരിച്ചാലും അവർ ജയിക്കുകയില്ല. അവർ ചില സ്ഥാനാർത്ഥികളൊക്കെ നിർത്തും, ടോർച്ച് അടയാളത്തിൽ, അല്ലെങ്കിൽ എന്താണ് തേപ്പുപട്ടി അടയാളത്തിൽ, ഗ്യാസ് സിലിണ്ടർ അടയാളത്തിലൊക്കെ ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി മത്സരിക്കും. പക്ഷേ ജയിക്കുമൊന്നുമില്ല, കെട്ടിവെച്ച കാശ് പോലും കിട്ടുകയില്ല. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇങ്ങനെ ഒരു വിപരീത വികാരം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ആര് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തും? അതിൻ്റെ ഫലമാർക്കായിരിക്കും എന്ന് ചോദിച്ചാൽ ഒന്നും UDFനായിരിക്കും, അല്ലെങ്കിൽ BJPക്കായിരിക്കും. സ്വാഭാവികമായിട്ട് അവർ മുതലെടുപ്പ് നടത്തൂലേ? അവർ സമരപ്പന്തലിലേക്ക് ക്ഷണിച്ചില്ലെങ്കിൽ അവിടെ ചെല്ലും. VD സതീശൻ പോയില്ലേ, ചെന്നിത്തല പോയില്ലേ,
സുരേഷ് ഗോപി പോയില്ലേ, സുരേന്ദ്രൻ പോയില്ലേ? അത് ആരാലോചിക്കണം? അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതാരാണ്? ചെന്നിത്തലയ്ക്കും സതീശനും സുരേന്ദ്രനും സുരേഷ് ഗോപിക്കൊക്കെ അവിടെ പോയി വിലസാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് TUCIക്കാർ അല്ല, ഇവരല്ല, SUCIക്കാരല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് CPMകാരാണ്. CPM മാത്രമാണ് മുഖ്യമന്ത്രിയും ഈ എളമരം കരീമിനെ പോലെയുള്ള ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഉപജീവനമായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളുകൾ മാത്രമാണ്. അല്ലാതെ CPIക്കാരോ അല്ലെങ്കിൽ ജനതാദളുകാരോ പോലുമല്ല. അവർക്കൊക്കെ സമരം തീർക്കണമെന്ന് ആഗ്രഹം. സമരം ഒരു ദിവസം മുമ്പ് തീർക്കണമെന്നാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ സമരം തീർക്കരുത് എന്ന് ശാഠ്യമുള്ള ആളുകളാണ് BJPക്കും കോൺഗ്രസിനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിലെന്താ സംശയമുള്ളത്? ഒരു സംശയമില്ല. മറ്റൊന്ന്, ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളവർ പറയുന്നത് കേരളം ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കുന്ന ഏറ്റവും മികച്ച 10 സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിലെ ആശാ വർക്കർമാർ എന്തിനിങ്ങനെ സമരം ചെയ്യുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. പണ്ടൊക്കെ ഇത് ഒരു പീസ് വർക്കായി അവർക്ക് കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രതികൂല സാഹചര്യത്തെയും അവർക്ക് നേരിടേണ്ടി വരുന്നില്ല. നോർത്ത് ഈസ്റ്റിലൊക്കെ തന്നെ വളരെ പ്രതിസന്ധിയും വെല്ലുവിളിയും നിറഞ്ഞ ഘട്ടങ്ങളിലൂടെയാണ് അവർ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതായത് ഇവർ പറയുന്നത് ഇവർ ഡിസർവ് ചെയ്യുന്നില്ല, ആശാ വർക്കർമാർ ഡിസർവ് ചെയ്യുന്നില്ല ഒരു ഓണറേറിയം വർധനവ് എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ്. എന്നിട്ടും പറയുന്നത് കേന്ദ്രം കൂട്ടിയാൽ മാത്രമേ കൂട്ടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? കേന്ദ്രം കൂട്ടിയിട്ടാണ് ഇവർ PSC മെമ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. UPSC മെമ്പർമാരെക്കാൾ കൂടുതലല്ലേ കേരളത്തിലെ PSC മെമ്പർമാർ. കേന്ദ്രം കൂട്ടിയിട്ടാണ് ഇവർ PSC മെമ്പർമാരുടെ ശമ്പളം കൂട്ടിയത്, ഗവൺമെൻറ് പ്ലീഡർമാരുടെ ശമ്പളം കൂട്ടിയത്, മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. കേരള ചരിത്രത്തിൽ 22 വാഹനങ്ങളുടെ അകമ്പടി കൂടി പോകുന്ന ഏതെങ്കിലും മുഖ്യമന്ത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും മുഖ്യമന്ത്രി ഉണ്ടോ? ഛത്തീസ്ഗഡിൽ ഈ മാവോയിസ്റ്റുകളുടെ ഭീഷണിയുള്ള ഛത്തീസ്ഗഡിൽ പോലും മുഖ്യമന്ത്രിക്ക് ഇത്ര സുരക്ഷയില്ല. അത് കേന്ദ്രം പറഞ്ഞിട്ടാണോ? ഒരിക്കലും അല്ല. അപ്പോൾ കേന്ദ്രം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടെ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജീവിത ചെലവ് കേരളത്തിൽ കൂടുതലാണ്. അതറിയാമോ? ജാർഖണ്ഡിലോ ഛത്തീസ്ഗഡിലോ ഒഡീഷയിലോ ഒന്നും ഇത്രയും ജീവിത ചെലവില്ല. അവിടെ താരതമ്യേന കുറഞ്ഞ കൂലി കിട്ടിയാലും മതി. ഇവിടെ ജീവിത ചെലവ് കൂടുതലാണ്. എന്നാൽ പിന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻപ്പെട്ട സഖികളൊക്കെ ആശാപ്രവർത്തകരായിട്ട് പോട്ടെ, എന്താ അവർ പോകാത്തത്? ഈ പറയണ ഈ ഗോപിനാഥിൻ്റെ ഭാര്യയെ പുള്ളി ആശാ വർക്കറായിട്ട് വിടാത്ത എന്തുകൊണ്ടാ? എളമരം കരീമിൻ്റെ ബീവി എന്താ പോകാത്തത്? പോയിക്കൂടെ അവർക്ക്? അവർ പോവില്ല. മനസ്സിലായി? ഇതൊക്കെ വെറും പാവപ്പെട്ട ആളുകളാണ്. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തവരാണ് ആശാപ്രവർത്തകരായിട്ട് പോകുന്നത്. അല്ല IAS പരീക്ഷ എഴുതി കിട്ടാത്തവരല്ല. മനസ്സിലായില്ലേ? യാതൊരു നിവൃത്തിയില്ലാത്ത ആളുകളാണ്. അവരെ പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. കേരളം നമ്പർ 1 ആണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നത് എന്നുള്ള വാദം. അതൊരു വിദണ്ഡവാദമാണ്. ആർക്കും ഒരു സംശയവും വേണ്ട. ഇനിയിപ്പോൾ അവർ പേടിക്കുന്നുണ്ടാകുമോ? ഇനിയിപ്പോൾ ഈ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഈ അംഗൻവാടി വർക്കർമാരും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പുകാരും ഒക്കെ തന്നെ കൂലി കൂടുതൽ ആവശ്യപ്പെട്ട് രംഗത്ത് വരുമെന്ന്? ഇത് ആരെയാണ് ഭയപ്പെടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇല്ലേ, സ്ഥിര ജോലിയുള്ള ആളുകളാണ്. അവരുടെ പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കുമെന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്തിട്ട് അധികാരത്തിൽ വന്ന സർക്കാരാണിത്. 1ാം പിണറായി സർക്കാരും അതിൽ ഒരു മാറ്റവും വരുത്തിയില്ല. 2ാം പിണറായി സർക്കാരും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഇനി 3ാം പിണറായി സർക്കാരും ഒന്നും മാറ്റം വരുത്തിയില്ല. അത് വാഗ്ദാന ലംഘനമല്ലേ? ആശാ പ്രവർത്തകരുടെ മാത്രമല്ല, അംഗൻവാടി ടീച്ചർമാരുടെയും ഈ തൊഴിലുറപ്പുകാരുടെയും ഒക്കെ കൂലി കൂട്ടാം, എല്ലാവരുടെയും വേതനം വർദ്ധിപ്പിക്കാമെന്ന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സർക്കാർ വന്നത് പ്രകടന പത്രിക എടുത്ത് വായിച്ചു നോക്കട്ടെ. അവർ അധികാരത്തിൽ വരുമ്പോൾ പ്രകടന പത്രിക മറന്നുപോകും. അതെടുത്ത് വായിച്ചു നോക്കിയാൽ കാണും അതിനകത്തുകൊണ്ട് ഇപ്പോഴും ഉണ്ടെന്നേ. അത് ഭംഗിയായിട്ട് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അതും പോട്ടെ. ഇനി ഇവർക്ക് കൂട്ടിക്കൊടുക്കണമെങ്കിൽ എത്ര രൂപ വേണം? എത്ര കോടി രൂപ വേണം? ഈ അനാമത്തായിട്ട് ചിലവാക്കുന്ന പൈസ ഉണ്ടെങ്കിൽ പണ്ടൊക്കെ ഇവിടെ നടത്തി കൊടുക്കും. നവകേരള സദസ്സ് നടത്തിയ കാശുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളീയം പോട്ടെ, ഈ പ്രവാസികളെ ക്ഷണിച്ചുകൊണ്ടത് ലോക കേരള സഭ നടത്തിയിട്ട് ഈ നാട്ടിൽ എന്ത് പുണ്യം ഉണ്ടായത്? അല്ലെങ്കിൽ ഇന്നാൾ എന്തൊരു സമ്മിറ്റ് നടത്തിയില്ല? എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് സമ്മിറ്റ്? ആ സമ്മിറ്റ് നടത്തിയിട്ട് എന്തെങ്കിലും 5 നയ പൈസ പുറമുണ്ടായിട്ടോ ഒരു വ്യവസായി കണിക്ക് വരുമോ? വരില്ല. ഒരു പൊന്നുമോനി ഈ നാട്ടിൽ വ്യവസായം തുറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് ചിലവാക്കിയ പൈസ, അതിൻ്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ പാവങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിക്കൊടുത്തൂടെ? അത് കൊടുക്കൂ. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ തോളിൽ തൂക്കിയിട്ടുള്ള എന്താണ് ആ വാനിറ്റി ബാഗ് നിങ്ങൾ കണ്ടോ? അതിൻ്റെ വില എത്രയെന്നറിയാമോ? 50,000-ന് മേലാണ്. പണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഹീന റബ്ബാനി ഖർ എന്ന് പറഞ്ഞ ഒരു വിദേശമന്ത്രി വന്നപ്പോൾ അവരുടെ തോളിലാണ് നമ്മൾ ഇതുപോലത്തെ ആ വിലപിടിപ്പുള്ള വാനിറ്റി ബാഗ് കണ്ടിട്ടുള്ളത്. വേറൊരാൾക്ക് കണ്ടിട്ടില്ല. അപ്പോൾ ആ നിലവാരത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഇവരെ പുച്ഛമാണ്. ഇതാണ് പ്രശ്നം. സഖാക്കൾക്ക് ഈ പാവങ്ങളെ പുച്ഛമാണ്.
ഈ പുച്ഛത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞു. അതെ അതെ, അങ്ങ് സൂചിപ്പിക്കുന്ന ആ ഒരു പോയിന്റ് അവിടെയാണ് നമ്മൾ തുടങ്ങിയതും. അതായത് ഇവർക്ക് ദുരഭിമാനമാണ്, അതായത് ഈഗോയാണ്, പുച്ഛമാണ് ഇത്തരത്തിലുള്ള സമരങ്ങളോടും ഇത്തരത്തിലുള്ള സാധാരണക്കാരായ പാവങ്ങളായ ആൾക്കാരോടും. അപ്പോൾ അവർ മറക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. എന്താണ്? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും അസംഘടിതരെ സംഘടിപ്പിച്ചുകൊണ്ട് ചൂഷണത്തിനെതിരെ രൂപം കൊണ്ട സംഘടനയുടെ പിന്മുറക്കാരാണ് അല്ലേ? അതെ, EMSൻ്റെ പാർട്ടി, AKGയുടെ പാർട്ടി, കൃഷ്ണപിള്ളയുടെ പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടിയാണ്. അപ്പോൾ ആ പാർട്ടിയിൽ ഇതുപോലുള്ള ആളുകളാണ്. റിയാസിൻ്റെ പാർട്ടി, ഷംസീറിൻ്റെ പാർട്ടി, രാജേഷിൻ്റെ പാർട്ടി, വീണ ജോർജിൻ്റെ പാർട്ടി. അതാണ് ഇപ്പോഴത്തെ പാർട്ടി. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ ഞങ്ങളോടൊപ്പം സഹകരിച്ചിരുന്നു. CPMൻ്റെ ഇപ്പോഴത്തെ നേതാക്കളുടെ ദുരഭിമാനമാണ് ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവർക്ക് എത്രയോ നേരത്തെ തന്നെ ഈ ഒരു വിഷയം പരിഹരിക്കാമായിരുന്നു. ഈ പാവങ്ങൾ അവർ അതിജീവനത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അതിൽ ഇടപെട്ട് ഒരു പരിഹാരമാർഗം നിർദ്ദേശിക്കുന്നത് കൊണ്ട് ഒരു മലയും ഇടിഞ്ഞു വീഴില്ല എന്നുള്ളത് തന്നെയാണ് പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം ഈ സമരത്തിൻ്റെ ഗതി എന്താകുമെന്ന്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.